എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് കർക്കടകം 1. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും പാതയിലേക്കുണരുന്ന പുണ്യമാസം. ദുരിതങ്ങളുടെ കറുത്ത നാളുകളെ അകറ്റി മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഉണർവ് നൽകാൻ വീണ്ടുമൊരു രാമായണമാസം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് ഈ കർക്കടക മാസത്തിന്റെ പ്രാധാന്യം? നമ്മൾ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. പണ്ടുകാലത്ത് പഞ്ഞകർക്കടകം എന്നായിരുന്നു ഈ മാസത്തെ വിളിച്ചിരുന്നത്. വറുതിയുടെയും രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാലം. കൃഷിപ്പണികളൊന്നും നടക്കാത്ത പട്ടിണിയും ദുരിതവും നിറഞ്ഞ ആ നാളുകളിൽ മനസ്സിന് പോസിറ്റീവ് ഊർജവും പ്രത്യാശയും നൽകാനാണ് നമ്മുടെ പൂർവികർ രാമായണ പാരായണം ആരംഭിച്ചത്. ശ്രീരാമന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും അദ്ദേഹം അത് നേരിട്ട രീതിയും വായിച്ചറിയുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിൽ വലിയൊരു ധൈര്യമുണ്ടാകും. അധർമ്മത്തിനുമേൽ ധർമ്മം വിജയം നേടുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ രാമായണ വരികളും നമുക്ക് നൽകുന്നത്. രാമായണ മാസത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് രാമായണ പാരായണമാണ്. വീടുകളിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി രാമായണം വായിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം മാറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. കർക്കടകം 1 തുടങ്ങി മാസം അവസാനിക്കുമ്പോഴേക്കും രാമായണം വായിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഔഷധക്കഞ്ഞിയാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി കൂട്ടാൻ ഈ മാസത്തിൽ ഔഷധക്കഞ്ഞി അഥവാ കർക്കടകക്കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ദഹനപ്രക്രിയ സുഗമമാക്കാനും ശരീരം ശുദ്ധീകരിക്കാനും ഇത് സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം നാലമ്പല ദർശനമാണ്. കർക്കടക മാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് നാലമ്പല യാത്ര. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവ ഒരേ ദിവസം ദർശനം നടത്തുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു. വറുതിയുടെയും രോഗങ്ങളുടെയും കാർമേഘങ്ങൾ മാറി എല്ലാവരുടെയും മനസ്സിലും വീടുകളിലും പ്രകാശവും സമാധാനവും നിറയുന്ന ഒരു രാമായണ മാസം ആശംസിക്കുന്നു.